Hello students, welcome to Fabzo, your schools. ഇന്ന് നമ്മൾ ചാപ്റ്റർ 1 Medieval World Centers of Power അഥവാ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ ലോക ചരിത്രത്തിന് ഒരുപാട് പ്രാധാന്യമേറിയ ഒരു കാലഘട്ടമാണ് മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. അന്നത്തെ രാജ്യങ്ങൾ, രാജ്യഭരണങ്ങൾ, അവരുടെ റൈസ്, ഫോൾ എല്ലാം നമ്മുടെ ഹിസ്റ്ററിയിൽ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് മിഡീവൽ പീരീഡിനെ കുറിച്ചാണ്. അതിനർത്ഥം ഇതിനു മുൻപേ ഒരു പീരീഡും ഇതിന് ശേഷം മറ്റൊരു പീരീഡും ഉണ്ടായിരുന്നു എന്നാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോകചരിത്രത്തെ നമ്മൾ എന്തിൻ്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. പീരിയോഡൈസേഷൻ ഇൻ ഹിസ്റ്ററി അഥവാ ചരിത്രത്തിലെ കാലവിഭജനം. ഇറ്റ് വാസ് ദ റോമൻ എംപയർ വിച്ച് വാസ് ടേക്കൺ ആസ് ദ ബേസ് ഫോർ ദ ഡിവിഷൻ ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി ഇൻ ടു ഡിഫറെൻറ്റ് പീരീഡ്സ്. അതായത് ലോക ചരിത്രത്തിലെ കാലവിഭജനത്തിന് റോമ സാമ്രാജ്യത്തെയാണ് മാനദണ്ഡമാക്കിയിട്ടുള്ളത്. സോ റോമൻ എംപയറിൻ്റെ ബേസിസിലാണ് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയെ നമ്മൾ ഡിഫറെൻറ്റ് പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതെല്ലാമാണ്? ഏൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ് എന്നിങ്ങനെ 3 പീരീഡായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് പുരാതന കാലഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം. ഏൻഷ്യൻ പീരീഡ് അഥവാ പുരാതന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചു അല്ലേ? അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് 9th സ്റ്റാൻഡേർഡിൽ മിഡീവൽ പീരീഡിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത്. The ancient period commences from the origin of human beings and ends with the downfall of the Western Roman Empire in 476 CE. അതായത് ഒരു മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ച വരെ നീണ്ടു നിൽക്കുന്നതാണ് ഏൻഷ്യൻ ഇറ. ദ പീരീഡ് അപ് ടു ദ ഡൗൺഫോൾ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ ഇൻ 1453 CE is considered as the medieval period. സോ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഡൗൺഫോളിൻ്റെയും അഥവാ തകർച്ചയുടെയും ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഡൗൺഫോളിൻ്റെയും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് മിഡീവൽ ഇറ എന്ന് പറയുന്നത്. ദ മോഡേൺ പീരീഡ് ഇസ് ഫ്രം 1453 CE ഓൺവേർഡ്സ്. അതായത് CE 1453 ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ച മുതൽ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, അതിനെയാണ് നമ്മൾ മോഡേൺ പീരീഡ് എന്ന് വിളിക്കുന്നത്. സോ ഇനി നമ്മൾ മിഡീവൽ പീരീഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഇവിടെ നോക്കൂ, JD ബെർണാൽ സയൻസ് ഇൻ ഹിസ്റ്ററി വോളിയം 1 ശാസ്ത്രം ചരിത്രത്തിൽ എന്ന രചനയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. The Middle Age was an era of the growth of civilization worldwide. The economic transformation brought by the medieval life and its characteristics were the causes of the revolutionary changes in the 16th century. എന്താണ് അദ്ദേഹം പറയുന്നത്? ലോകവ്യാപകമായി നാഗരികത വളർന്നുകൊണ്ടേയിരുന്ന ഒരു കാലമായിരുന്നു മധ്യയുഗം. മധ്യയുഗ ജീവിതത്തിൻ്റെയും അതുണ്ടാക്കിയ സാമ്പത്തിക പരിവർത്തനങ്ങളുടെയും സവിശേഷതയാണ് 16ാം നൂറ്റാണ്ടിലെ വിപ്ലവങ്ങൾക്ക് കാരണമായത്. ഇവിടെ ഇദ്ദേഹം മധ്യകാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? എങ്കിൽ ഇനി നമുക്ക് മിഡീവൽ പീരീഡിനെ കുറിച്ചും അവിടെയുള്ള അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. The period between the 5th and the 15th century CE is known as the medieval period. അതായത് 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണ് മിഡീവൽ പീരീഡ്. സോ വെസ്റ്റേൺ എംപയറിൻ്റെ തകർച്ച മുതൽ ഈസ്റ്റേൺ എംപയറിൻ്റെ തകർച്ച വരെയുള്ള കാലഘട്ടം. But the term medieval period
does not refer to the same period all over the world. അതായത് വേൾഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മിഡീവൽ പീരീഡ് ഒരേ കാലയളവിൽ ആയിരുന്നില്ല. Even though the political structure of the medieval world was similar, there were differences in the forms of authority and they were different in Europe, Asia, Africa and America during the medieval period. എന്താണ് ഇവിടെ പറയുന്നത്? മധ്യകാല ലോകത്തിൻ്റെ രാഷ്ട്രീയ ഘടന സമാനമാണെങ്കിലും അധികാരത്തിൻ്റെ രൂപങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും അവ വ്യത്യസ്തമായിരുന്നു. സോ ഇനി ഈ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ നമ്മൾ മിഡീവൽ പീരീഡിലെ ഓരോ രാജ്യങ്ങളെയും രാജഭരണങ്ങളെയും മറ്റുമുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇതുവരെയുള്ള ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ലെറ്റ്സ് കണ്ടിന്യൂ ദിസ് ചാപ്റ്റർ ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Question 1. The Middle Age was an era of the growth of civilization worldwide. The economic transformation brought by the medieval life and its characteristics were the causes of the revolutionary changes in the 16th century. J.D. Bernal. Examine the statement given above. A. What does this statement refer to? B. What are the characteristic features of the medieval world? Answer. A. The statement refers to the medieval world. B. The period between the 5th and 15th centuries CE is known as the medieval period. The political structure of the medieval world was similar, but there were differences in the forms of authority. They were different in Europe, Asia, America, and Africa. Question 2. List out the characteristics of medieval period. Answer. The period between the 5th and the 15th centuries CE is known as the medieval period. This period is known as Dark Age. In this period, there were no cultural advancement in human history. So this period is known as Dark Age. The medieval period, many fields were progressed such as philosophy, art, science, and literature. Differences in the forms of authority and they were different in Europe, Asia, Africa, and America during the medieval period. Question 3. The modern period starts from dash onwards. Answer. 1453 CE. Question 4. Why does the medieval period is known as the Dark Age? Answer. Because in this period there was no cultural advancement in human history. Question 5. Which empire was taken as the base for the division of world history into different periods? Answer. Roman Empire. Question 6. In which period the Western Roman Empire declined? Answer. The Western Roman Empire declined in 476 CE.